ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടി എത്ര പേരായിരിക്കുന്നു? ആമേൻ. എല്ലാ കരങ്ങളും ഈ സമയത്തിൽ ഉയർന്നു വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടിയാണ് ദൈവമക്കൾ നിങ്ങളായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ ഈ അവസരം നമുക്കത് പാഴാക്കുവാനായിട്ട് പാടില്ല. ഏറെ ഉത്സാഹത്തോടെ നമുക്ക് ഈ പകലിലും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാവരും ഒരു നിമിഷം കൂടി കണ്ണുകളെ നടച്ച് നമ്മെ പൂർണ്ണമായി കർത്താവിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നമ്മെ മുറ്റുമായി ദൈവത്തിന് ഇഷ്ടമുള്ളൊരു യാഗമായി നമ്മെ പൂർണ്ണമായി കർത്താവിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ആ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നല്ല സമയത്തിൽ എല്ലാ മനസ്സും ഈ സമയത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒത്തിരി ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഈ സമയത്തിൽ കടന്നു വന്നേക്കാം. അതൊക്കെ മാറ്റി അല്പസമയം നാം ദൈവവുമായൊരു ബന്ധത്തെ ഈ സമയത്തിൽ ഒന്ന് സ്ഥാപിച്ചെടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഈ സമയത്തിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ സ്ഥലത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ നടുവിൽ ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമയത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ സ്ഥലത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിന്മേൽ, അത് ആഗ്രഹിക്കുന്ന ദൈവജനത്തിന്മേൽ അത് കടന്നു വരും. ആ സാന്നിധ്യം കടന്നു വന്നാൽ ആ വ്യക്തി വെറുതെ ഇരിക്കത്തില്ല. അവരുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയും. ഈ സമയത്തിൽ അത് സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുക്കാണോ? കുറവുകളെ ദൈവസന്നിധിയിലൊന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമുക്ക് നല്ലവനായി വല്ലഭനായി നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാം മറന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് വിശ്വാസത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് മഹത്വപ്പെടുത്തിയാട്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് വചനം പറയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമുക്ക് നല്ലവനായി വല്ലഭനായി കൂടെ ഉണ്ടായിരുന്നു. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു യാഗമാക്കിക്കൊണ്ട് ഈ സമയത്തിൽ നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരും ആരും ഈ സമയത്തിൽ മൗനമായി നിൽക്കരുത്. എല്ലാവരും അധരങ്ങളിൽ തുറന്ന്, വായ്കളിൽ തുറന്ന്, അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം അന്യഭാഷയിൽ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം അഭിഷേകത്തിൽ, എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അല്പസമയം ആ കർത്താവിൽ നിന്ന് സ്തുതിച്ച് ആ കർത്താവിൽ നിന്ന് മഹത്വപ്പെടുത്തിയേ. നാം ഇന്ന് ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം, ആ കർത്താവിൻ്റെ വിശ്വാസം, ആ കർത്താവ് നമുക്ക് നൽകിയതായ കൃപ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരോഗ്യം ആ ദൈവം നമുക്ക് നൽകിയതായ ദാനം. അങ്ങനെയെങ്കിൽ എല്ലാവരും ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സ്തുതിച്ചാട്, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്, നന്ദി പറഞ്ഞാട്. നാം ഏതു സമയത്തിലും ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സുദിനത്തിൽ ആ കർത്താവിനെ ഏറ്റവും ബഹുമാനത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ,
ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ട് വഴിയും നീയേ, വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ചിന്തയും നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ ചേർന്ന് അങ്ങേ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചേർന്ന് പാടാം. ആശ്വാസം നീയേ, ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ചിന്തയും നീയേ, നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ചേർന്ന് ആത്മാർത്ഥതയോടെ കരങ്ങൾ ഉയർത്തി പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. വീണ്ടും ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സന്തോഷത്തോടെ ആ ഇരുകരങ്ങളും ശക്തിയോട് ചേർത്തിട്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. എല്ലാവരും 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 നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് നൽകിയ ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നാം ആയിട്ടുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഏറെ സന്തോഷത്തോടെ ഇന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. നാം ഇന്ന് ഈ ഭാഗത്തിലായിരിക്കുന്ന ഈ സഭയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു കരുതലിൻ്റെ, ആ ഒരു കൃപയുടെ, ആ ഒരു ദാനത്തിൻ്റെ, ആ ഒരു കൃപയിൽ നാം നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ദൈവമക്കളേവരും ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ ആമേൻ ആമേൻ. നമുക്ക് പിന്നെയും ഒരുമിച്ച് ഒരു ഗാനം കൂടി പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ആ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. ആ നല്ല ദൈവത്തെ ഈ പകലിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഏവർക്കും സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുമില്ല, അവൻ വാക്കുമാറും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുമില്ല, അവൻ വാക്കുമാറുമില്ല. എന്നെ തകർക്കാൻ ശത്രുവിക്കരം എന്നെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ മേലുയർന്നാലും ചേർന്ന് എന്നെ തകർക്കാൻ ശത്രുവിക്കരം എന്നെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ മേലുയർന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. യേശു ആമേൻ, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുന്നില്ല, അവൻ വാക്കുമാറുന്നില്ല. വീണ്ടും ചേർന്ന് ഓ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റിന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുക്കുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുക്കുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെയുണ്ട്. വീണ്ടും ചേർന്ന് പ്രതികൂല കാറ്റിന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച്
ഏവരും മാറിടിലും പ്രതികൂല കാറ്റിന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കാലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു നിനച്ച് ഏവരും മാറിടിലും ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല ഇല്ല ഇല്ല ധൈര്യത്തോടെ പ്രഖ്യാപിക്കാം ഞാൻ വീഴുകയില്ല എൻ്റെ യേശു കൂടെയുണ്ട് എൻ്റെ യേശു കൂടെയുണ്ട് വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരു ധൈര്യത്തോടെ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കുമാറുകില്ല അവൻ വാക്കുമാറുകില്ല അവൻ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല അവൻ വാക്കു വിശ്വാസത്തോടെ അവൻ വാക്കുമാറുകില്ല ഓ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവൻ ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സത്താന്റെ ശക്തിയെ ചേർന്നൊരുമിച്ച് എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവൻ ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണം ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ ചേർന്നൊരുമിച്ച് യേശുവേ വന്നു വാഴണം ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ യേശുവേ യേശുവേ വന്നു വാഴണം ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ യേശുവേ യേശുവേ വന്നു വാഴണം ഇനി ഞാനല്ല എങ്കിൽ ഈ സമയത്തിൽ ദൈവ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്താട്ട് എല്ലാ ഹൃദയങ്ങളിലും എല്ലാ മനസ്സിലും ആ ദൈവ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്ത് യേശുവേ വന്നു വാഴണം ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഓ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതി അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ തുറന്നിടും വാതി അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി ആമേൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ രാജാവേ രാജാവേ വന്നു വാഴണം ഇനി ഞാനല്ല ആമേൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ യേശുവേ
ആരാധിച്ചാട്ട് പറയുവാൻ കഴിയുമോ? കർത്താവേ, അങ്ങ് എന്നിൽ വന്നു വാഴണം. ഇനി ഞാനല്ല എന്നിൽ യേശുവേ, യേശുവേ വന്നു വാഴണം. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. യേശുവേ, യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ ആമേ രാജാവേ. ഓ യേശുവേ, യേശുവേ വന്ന് ചുടലം തല തിരവല തീരകനം തൽ തിരകൾ തീരവരിവനെ വൈലവരം തല തിരകൾ തീരം തിരവൽ പൗരേ അസുര പൗര വരുവനകരകനകരിക്കുന്നത് തല തിരകൾ തീരം തീരവരം തല തിരകൾ പൗര വരികനെ ഉടരം തല തിരകൾ തീരവരികനാറികനേരികനേ ജനമൽപസമയം ആത്മാവിൽ കർത്താവിൽ നിന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട് അന്യഭാഷ പ്രാപിച്ച അല്പസമയം അന്യഭാഷയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം അഭിഷേകത്തിൽ സർവ്വസംഗതി ചേർന്ന് അല്പസമയം മഹത്വപ്പെടുത്തിയാട് വൈഡം തല തിരകൾ തീരം തിരവൽ പൗര വരികനതുരം തല തിരകൾ തീരം തിരവൽ പൗരേ ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും അനുഗ്രഹമായി ഓരോ വ്യക്തി ജീവിതങ്ങളിലും തുടർന്നുള്ള സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമായി മാറേണ്ടതിന് എല്ലാവരും ആത്മാർത്ഥതയോടെ കർത്താവിനെ നിന്ന് സ്തുതിച്ച് ബോധപ്പെടുത്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ലവനായി വല്ലവനായി നമ്മോട് കൂടെ ഇരുന്ന കർത്താവിന്റെ ആ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ശബ്ദലവരകനതുനതുനംദൽ ധേരകനംദൽ തിരവൽ പൗരേ വൈഡിമിരിമിരകനാരികനതുനംദൽ ധേരകനംദൽ തിരകൾ തീരം തിരവൽ പൗരേ വൈഡിമിരിമിരകനകരികനതുനംദൽ തിരകൾ തീരം ധേരകനംദൽ തിരവൽ പൗരേ അസുരവല പൗര വരികനകരകനാരികനതുനംദൽ തിരവൽ പൗരേ വൈഡിമിരിമിരകനാരികനതുനംദൽ തിരകൾ തീരവരികനകരകനെ എല്ലാ ബലഹീനതകളെ നീക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തെ എല്ലാ മനസ്സുകളിലേക്കും സ്വാഗതം ചെയ്ത് വൈഡിമിരിമിരകനാരികനതുനംദൽ തിരകൾ തീരവരികനകരംദൽ തിരകൾ തീരെ ഹല്ലേലൂയ 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 ചമനംദൽ തിരകൾ തീരകനംദൽ തിരവൽ പൗര വരികനകരകനാരികനതുനംദൽ തിരവൽ പൗരേ അന്യഭാഷ പ്രാപിച്ച അല്പസമയം കൂടി കർത്താവിനെ നിന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാൽ ജീവിതത്തിൽ ബലഹീനതകളെ നീക്കുന്ന ആ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തെ നിന്റെ ജീവിതത്തിലെ നിന്നയെ നീക്കുന്ന നിരാശയെ നീക്കുന്ന ജീവിതത്തിലെ വേദനയെ നീക്കുന്ന ആ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തെ നിന്ന് സ്വാഗതം ചെയ്ത് വൈഡവനം തല തിരകൾ തീരം തിരവൽ പൗര വരികനകരകനേരികനതുനംദേ നിന്റെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നൽകുന്ന കർത്താവിന്റെ വലിയ സാന്നിധ്യത്തെ ഹല്ലേലൂയ 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 ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ അങ്ങേ ആരാധിക്കുന്നു നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ 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 കരങ്ങളിൽ വീശി പാടുവാൻ കഴിയുന്നവർ ചേർന്ന് ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവ സാക്ഷ്യം നാം ദൈവസന്നിധിയിൽ കേട്ട് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ട് പോകുന്ന സമയമാണ്. നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് സിസ്റ്റർ സുമംഗല. താൻ വെളിയങ്കോട് കടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഷാലോം സംഗമം ഇവിടെ നടക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. അതിന് മധ്യത്തിൽ പ്രിയ ദേവദാസൻ ആത്മാവിൽ ചില രോഗങ്ങളെ കുറിച്ച് ഇവിടെ വിളിച്ചു പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിന് മധ്യത്തിൽ പ്രിയ സഹോദരി കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് താൻ അനുഭവിച്ച നടുവേദനയിൽ ദൈവം പൂർണ്ണമായിട്ട് സൗഖ്യം തനിക്ക് നൽകിയെന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരി നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. തുടർന്ന് സഹോദരി തന്നെ ആ അനുഭവത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് പ്രസ്താവിക്കുന്നതായിരിക്കും. എന്താ സിസ്റ്റർ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ. നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എനിക്ക് നിങ്ങളുടെ മധ്യയുടെ ഒരു സാക്ഷിയായി ഇപ്പോൾ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഈ നട്ടല് വേദന വന്നിട്ട് ഒരു 11 വർഷമായി. അതിൽ 6ാമത്തെ വർഷമാണ് ഞാൻ ഈ ദേവാലയത്തിൽ വന്നത്. എന്നെ വന്നെന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വന്തം ഒരു ഡ്രസ്സ് പോലും നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്ത് വന്നത്. 6 ആശുപത്രിയിൽ പോയി, എനിക്കൊരു സൗഖ്യവും വിടുതലും കിട്ടിയില്ല. അതിൽ പിന്നിലൊരു പിശാചിൻ്റെ പോരാട്ടം കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ദൈവം ഇവിടെ ഈ ആലയത്ത് വന്നതിന് ശേഷമാണ് മാറിയത്. ഇപ്പോൾ എനിക്ക് ഈ ആലയത്ത് വന്നതിന് ശേഷം പിന്നെ വേദന കുറവുണ്ടെങ്കിൽ എല്ലാ ജോലികളും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഈ ആലയത്ത് വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടിയെന്ന് പറയാൻ. എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച സംഗമത്തിനന്ന് എനിക്ക് വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ആലയത്ത് വന്നത്. ഈ ഹാളിൽ ഇരിക്കണമെന്ന് പ്രതീക്ഷിച്ചോടെ വന്നത് ഇത്തിരി താമസിച്ചുപോയി. അവിടെ പുതിയ കെട്ടിടത്തിലാണ് ഞാൻ ഇരുന്നത്. ബ്രദർ എണീറ്റ് പറഞ്ഞു, പ്രാർത്ഥനയിൽ പറഞ്ഞു, നട്ടെല്ല് ഈ തേയ്മാനം ഈ ജോയിൻ്റ് വിട്ട വ്യക്തികൾ സഹോദരങ്ങൾ എണീറ്റിക്കാൻ പറഞ്ഞു. ഞാൻ എണീറ്റു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്ക് നട്ടെല്ലിലൊരു അഴൽ പോലെ വന്നു. ബ്രദർ പറഞ്ഞ് പുതിയ നട്ടെല്ല് വയ്ക്കാൻ പോകണമെന്ന് ആത്മാവിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ കർത്താവ് എനിക്ക് പൂർണ്ണ വിടുതൽ ദൈവം തന്നു. എൻ്റെ നട്ടലിലുള്ള ഈ മുഴ പോലെ എനിക്ക് തോന്നുമായിരുന്നു, അതെല്ലാം ദൈവം മാറ്റി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറഞ്ഞു സാക്ഷ്യം നൽകുന്നു. അവൻ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അന്നേ ദിവസം ആ വലിയ ക്രൗഡിന് മധ്യത്തിൽ തനിക്ക് ആലയത്തിനകത്ത് ഈ ഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ പുതിയ ചർച്ചിനകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് ഇരുന്നു കൊണ്ട് താൻ വിശ്വാസത്തോടുകൂടി ദൈവദാസൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യം താൻ ഏറ്റെടുത്തു. അപ്പോൾ തന്നെ ഒരു ദൈവശക്തി തൻ്റെ മേൽ കടന്നു വന്നു. തനിക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം കേട്ടത്. ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ബ്രദർ പറഞ്ഞ സമയത്തിന് ഞാൻ വീണു. ആ ദൈവശക്തി തൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ അവിടെ വീണു എന്നാണ് പ്രിയ സഹോദരി പറയുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ സംഗമ ദിവസം ദൈവത്തിൻ്റെ തേജസ് ആലയത്തിൽ ഇറങ്ങി വന്നു. ദേവദാസൻ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്, ആലയത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഈ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. സഹോദരിക്ക് ഇരിപ്പിടം കിട്ടിയത് പുതിയ ആലയത്തിലാണ്. ദേവദാസൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ, അതായത് നട്ടലിൻ്റെ ജോയിൻ്റ് വിട്ട് നിൽക്കുന്ന സഹോദരങ്ങൾ എണീക്കുവാൻ പറഞ്ഞപ്പോൾ സഹോദരി വിശ്വാസത്തോടുകൂടി എണീറ്റു. അവിടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ദൈവം അത്ഭുത രോഗസൗഖ്യം നമ്മുടെ സംഗമത്തിൻ്റെ അത് നൽകിയെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. കർത്താവിന് നാം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ബ്രദറിന്റെ പേരെന്താ? എൻ്റെ പേര് സുനിയാണ്. 6 മാസം കൊണ്ട് ആശുപത്രി പോയി. ബ്ലഡ് ക്ലോട്ടിംഗ് ആണെന്ന് പറഞ്ഞ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്നാണ് പറഞ്ഞത്. പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വയറ്റിൽ മുഴയുണ്ടായിരുന്നു. അപ്പം ഈ അടുത്ത വീട്ടിലെ ഒരു ചേട്ടനാണ് ഈ കാട്ടാക്കട കൊണ്ടുവന്നത്. അവിടുന്ന് എണ്ണയൊക്കെ തന്ന് ഒരു ദിവസം ഇട്ടപ്പോൾ തന്നെ ആ മുഴ കംപ്ലീറ്റ് അങ്ങ് മാറി. എനിക്ക് വീട്ടിൽ മനസ്സമാധാനമില്ല, കുടുംബത്തിലൊരു സന്തോഷമില്ല, ഒന്നുമില്ലായിരുന്നു. എനിക്കിവിടെ വന്നേ പിന്നീടാണ് എനിക്കിതെല്ലാം മനസ്സിനൊരു വെളിച്ചം കിട്ടിയത്. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ യേശുപ്പനാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത്. നേരത്തെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണോ? നേരത്തെ പള്ളിയിലല്ല, അമ്പലത്തിലാണ് പോയത്. അമ്പലത്തിൽ പോയി 10-20 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നീട് എൻ്റെ വീട്ടിലും നല്ല സന്തോഷം എല്ലാം ഉണ്ട്. ഓക്കെ. ഒരു കുഴപ്പം. അപ്പോൾ ജനിച്ചത് മുതലേ ക്ഷേത്രത്തിലാണ്? ജനിച്ച മുതലേ ക്ഷേത്രത്തിലും കോവിലും അങ്ങ് പോയിക്കൊണ്ടിരുന്നു. അന്ന് തൊട്ടേ ആശുപത്രി തന്നെയായിരുന്നു. ഇപ്പം ഇവിടെ വന്നേ പിന്നീടാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര നാളായി കാണും? ഇവിടെ വന്നിട്ട്
മൂന്നാഴ്ചയായി. ഇന്ന് മൂന്നാമത്തെ ആഴ്ചയാണ്. മൂന്നാമത്തെ ആഴ്ച. അപ്പോൾ വന്നപ്പോഴത്തേക്ക് എങ്ങനെ ബ്രദർ ഇതുപോലെ നടന്നാണോ വന്നത്? വന്നപ്പോൾ വടി ഊന്നിയാണോ? വടി ഊന്നിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നേ പിന്നെ ഇപ്പം വടി ഇല്ലാതെയാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. കൈയടിച്ചോ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അദ്ദേഹം വടിയും ഊന്നി വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രാവിലെ വരാൻ സമയം വടി ഊന്നിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, വണ്ടിക്ക് ആട്ടോ കയറിയതും എല്ലാം. ഇപ്പോൾ വടി ഇല്ലാതെയാണ്. സ്തോത്രം. എന്തായിരുന്നു ആ വടിയെന്നുള്ള കാരണം? അത് കാലിൽ മുട്ടിനായിരുന്നോ പ്രശ്നം? അതേ കാല് മൊത്തത്തിലുള്ള പ്രശ്നമാണോ? കാലിൽ മുട്ടിലാണ് എനിക്ക് ആദ്യം ഈ ചർക്കി വീഴുന്ന കിട്ടിയത്. പിന്നെ കാലിൻ്റെ കണ്ണിൽ നീര് വന്ന് ഇറങ്ങി പച്ചയ്ക്കാണ് ആശുപത്രി കൊണ്ടുപോയി കണ്ണ് മൊത്തം തുറന്ന് പറക്കി എടുത്തതുമില്ല. എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ ഒരു കുഴപ്പമില്ല, നടക്കാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് നടക്കാൻ ഒക്കില്ലായിരുന്നു. തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ടും അവർ പറഞ്ഞു ബ്ലഡ് ക്ലോട്ടിങ്ങാണ്, വേറെ ഒരു കുഴപ്പമില്ല. ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണ് തനിക്ക് ഈ വടി ഊന്നി നടക്കേണ്ടുന്ന ഒരവസ്ഥ കടന്നു വന്നത്. ഇന്നിപ്പം വടിയില്ലാതെയാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഇനി വയറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? വയറ്റിലൊരു മുഴയായിരുന്നു. അത് മുഴ പുറമേ അറിയാമായിരുന്നു. നല്ല ബീക്കം ഉണ്ടായിരുന്നു. എത്ര വലിപ്പം ഉണ്ടായിരുന്നു? ഓറഞ്ചിൽ അത്ര ബീക്കം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു അത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്കാൻ ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇവിടുന്ന് എണ്ണ ഇട്ട് ആദ്യത്തെ ദിവസം വന്നപ്പോൾ എണ്ണ ഇട്ടേ പിന്നെ രാത്രി ആയപ്പം കാണാൻ ഒരു ഭയങ്കര വേദന വന്ന് തയ്ക്കനത് പിന്നെ ഒരു മണിക്കൂർ നിന്നു. പിന്നെ ആ മുഴ കാണാനില്ല. നന്നായിട്ടൊന്ന് കൈയടിച്ച്. വടിയും ഊന്നിയാണ് അദ്ദേഹം ഷാലോമിലേക്ക് വരുന്നത്. ഇന്ന് മൂന്നാമത്തെ ആഴ്ചയാണ്. ഈ മൂന്നാമത്തെ ആഴ്ച അദ്ദേഹം വടിയില്ലാതെയാണ് വന്നത്. മാത്രവുമല്ല ഈ സ്റ്റെപ്പെല്ലാം അദ്ദേഹം കയറി മേളിലേക്ക് വന്നു. മെഡിക്കൽ സയൻസ് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രയാസം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് നടക്കാൻ കഴിയത്തില്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ താൻ വിശ്വസിച്ച അനേക പുണ്യസ്ഥലങ്ങളൊക്കെ കയറിയിറങ്ങി, ഒരിടത്തും സൗഖ്യം കിട്ടിയില്ല. അനേക ആശുപത്രിയിൽ അദ്ദേഹം കയറിയിറങ്ങി, സൗഖ്യം കിട്ടിയില്ല. പക്ഷേ ഒടുവിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന, സത്യദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ സെൻറ്ററിലേക്ക് വന്നപ്പോൾ യേശു അദ്ദേഹത്തിൻ്റെ നിലവിളിക്ക് സൗഖ്യം കൊടുത്തുവെങ്കിൽ നന്നായിട്ടൊന്ന് കൈയടിച്ച്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. വചനം പ്രമാണിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയുവാനേ കഴിയൂ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനം അറിയുവാനുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ യാദൃച്ഛ്യമായിട്ടായിരിക്കാം. എപ്രകാരമാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് ഇന്ന് നിങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നാം കേൾക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയുവാനും അത് പ്രമാണിക്കുവാനും അതൊരു സഹായകരമായി തീരട്ടെ. അപ്രകാരം പ്രമാണിക്കുന്നതിലൂടെ ദൈവിക സ്നേഹത്തിൽ വളർന്നു വരുവാനും പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഉറച്ചു നിൽക്കുവാനും നിങ്ങളേവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ TV പ്രോഗ്രാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ബ്രദർ ശ്യാം പ്രകാശ് വെമ്പന്നൂറാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും ഭവനത്തിലെ അങ്കണത്തിലേക്ക് അല്ലെങ്കിൽ ലിവിങ് റൂമുകളിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ പ്രിയ മകൻ അതിന് കാരണമായിരിക്കുമ്പോൾ ആ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഒരു സ്തോത്ര സമർപ്പണം തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിഷയങ്ങളുമേ വലിയൊരു അത്ഭുതത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 5 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നെടിലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട,
എന്ന് പറഞ്ഞു. അവൻ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. 8-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ഒരിക്കൽ കൂടി, അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, തേജസ് ഇറങ്ങി അവർ നിലത്ത് വീണ് കിടക്കുകയാണ്. ബോധം കെട്ടതുപോലെ കിടക്കുകയാണ്, കോമണ്ന്ന് വീണ് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്തിൽ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. വീഴുന്നതിന് തൊട്ടു മുൻപ് അവർ 3 പേരെ കണ്ടു. ആരൊക്കെ? മോശ, ഏലിയാവ്, ക്രിസ്തു. 2 സൈഡിലും 2 ദൈവദാസന്മാരും, മധ്യത്തിൽ ക്രിസ്തുവും. ഈ 3 പേരെയാണ് കണ്ടത്. അപ്പോഴാണ് അവർക്കൊരാഗ്രഹം, ഈ 3 പേർക്ക് ഓരോ വള്ളി വെച്ചാൽ കൊള്ളും. ഇവിടെ നമുക്ക് മോശയെ പിടിച്ചിരുത്താം, ഇവിടെ യേശുവിനെ പിടിച്ചിരുത്താം, അപ്പുറത്ത് നമുക്ക് ഏലിയാവിനെയും പിടിച്ചിരുത്താം. അപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും ഓരോ പള്ളി, ഓരോ വിശുദ്ധന്മാർക്കും ഓരോ പള്ളികൾ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കാണ് കർത്താവ് പറഞ്ഞത്, ഇതിപ്പോൾ തിരുത്തി വിട്ടില്ല എങ്കിൽ, മുളയിലെ നുള്ളി വിട്ടില്ല എങ്കിൽ ഭൂമിയിൽ നിന്ന് യേശുവിനേക്കാളും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പള്ളികളായിരിക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതെന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് മേഘത്തിൽ വന്നു. പരിശുദ്ധാത്മ മേഘത്തിൽ വന്നിട്ട് പറഞ്ഞു, ഈ 2 പേർക്കും പള്ളി വേണ്ടാന്ന് എഴുതിയിട്ടില്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. നിങ്ങൾ മോശയുടെ വാക്ക് നേരത്തെ കേട്ടു, നിങ്ങൾ ഏലിയാവിൻ്റെ വാക്ക് നേരത്തെ കേട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്രിസ്തുവിനെ കേൾക്കുക. വേറെ 2 പേർക്കും പള്ളി ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. 2 പേർക്കും അവർക്ക് കുടിലുണ്ടാക്കാൻ സമ്മതിച്ചേയില്ല. പുത്രനായിരിക്കുന്ന ക്രിസ്തു. ഇവിടെ പ്രവാചകന്മാർ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് പിതാവായ ദൈവത്തിന് തൃപ്തികരമായ ഒരു ശുശ്രൂഷ വെളിപ്പെടാത്തത് കൊണ്ടാണ് സ്വന്തം പുത്രനെ അയച്ചത്. നിങ്ങൾക്കും അതല്ലേ? നിങ്ങളുടെ ജോലിക്കാർ പലയിടത്തും പോയിട്ട് ശരിയാകാത്തിടത്ത് നിങ്ങളെ മക്കളെ പിടിച്ച് അയച്ചു നോക്ക്. പിള്ളേർ പോയിട്ട് മണിമണിയായിട്ട് ആ കാര്യം പൂർത്തീകരിച്ചു വരും. നിങ്ങൾക്കൊരു വിശ്വാസമാണ്. ഉത്തരവാദിത്തമുള്ള കുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഉറപ്പുണ്ട്, കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പിതാവിൻ്റെയും ഭാഗം ഇത് തന്നെ. പ്രവാചകന്മാരെയും വിശുദ്ധന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഒത്തങ്ങോട്ട് ശരിയായില്ല. ചെയ്തു, അവരൊക്കെ ചെയ്തു, ഇല്ല എന്നല്ല ചെയ്തു. പക്ഷേ ഒടുവിലത് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ ആ കർത്താവ് വന്ന് തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് പത്രോസിനോടും യോഹന്നാനോടും യാക്കോബിനും പറഞ്ഞ്, യവനെ മാത്രം നിങ്ങൾ ചെവി കൊടുക്കണം, ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? അവിടെ അത് തിരുത്തിയില്ല എങ്കിൽ ഇവരെയാണ് സഭയ്ക്ക് ബേസ്മെൻ്റ് ആയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മൂലക്കല്ലായിട്ട് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുക. പത്രോസിൻ്റെ മേലാണ് സഭ പണിയുന്നത്. സഭയുടെ ഉപദേഷ്ടാതാവായിട്ട് പത്രോസിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഐ യോഹന്നാൻ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഒരിക്കലും സഭ വിട്ട് മാറാതെ ഏത് കഷ്ടത്തിലും ദുഃഖത്തിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആ യോഹന്നാനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി തന്നെ വീര്യമുർത്തു. ചിലതിലൊക്കെ ഫസ്റ്റ് ടൈം ഇറങ്ങി ചാടുക എന്ന് പറയുന്നത്, ഒരാൾ ചാടിയാൽ പിന്നെ ബാക്കിയുള്ളവരും ചാടിക്കോളും. പക്ഷെ ഇറങ്ങി ചാടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചലഞ്ചായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് യാക്കോബിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യാക്കോബ് ആ സഭയിൽ പീഡനങ്ങൾ കടന്നു വരും. സഭ എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള സ്ഥലമാണെങ്കിലും പീഡനങ്ങളില്ലാണ്ടിരിക്കത്തില്ല, ഉപദ്രവങ്ങളില്ലാതിരിക്കത്തില്ല, പോരാട്ടങ്ങളില്ലാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ സഭയാണോ അതിനകത്ത് പോരാട്ടമുണ്ട്, അതിനകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകും, അതിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. അത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടോ എന്നുള്ളതിൻ്റെ അടയാളം തന്നെയായിരിക്കുന്നു. അങ്ങനെ യാക്കോബേ, നീ രക്തസാക്ഷിത്വം, നീയാണ് ആദ്യമായി രക്തസാക്ഷിയായിട്ട്. അപ്പം അങ്ങനെ ഓരോ ദൗത്യമുള്ള ചിലരെ കഷ്ടമനുഭവിക്കുവാൻ, ചിലരെ ഉപദേശിക്കുവാൻ, ചിലരെ സ്നേഹിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും. അതുകൊണ്ട് അവൻ സ്നേഹിക്കുന്നില്ല, അവൻ രക്തസാക്ഷി, ഞാനും കൂടെ അങ്ങനെയല്ല. ഓരോരുത്തരുടെ വിളിയും തിരഞ്ഞെടുപ്പുണ്ട്. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേകതകളുണ്ട്. അതനുസരിച്ചൊക്കെ ആയിക്കൊള്ളണം, അതനുസരിച്ച് സെറ്റാകണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയപ്പെടുന്നത്. അങ്ങനെ അവരെ 3 പേരെയും അവിടെ ദൈവം അയച്ചിട്ട് സഭ പണിയുമ്പോൾ ശ്രദ്ധിക്കണം, ഏലിയാവിന് പള്ളി ഉണ്ടാക്കരുത്, നീ മോശയ്ക്കും പള്ളിയുണ്ട്, നീ ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവൂ, നീ യേശു കർത്താവിനെ മാത്രമേ മഹത്വപ്പെടുത്താവൂ, നീ ക്രിസ്തുവിനെ മാത്രമേ സ്തുതിക്കാവൂ എന്ന് പറഞ്ഞു. മാത്രമല്ല 10 കൽപ്പനകൾ കർത്താവ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം ആ 20-ാം അധ്യായത്തെ ധ്യാനിക്കുന്ന സമയത്തിനകത്ത് അതിനകത്ത് ആദ്യത്തെ
കൽപ്പന ഇതാണ്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. നിന്റെ മനസ്സിനകത്ത് വേറെ ആരും കയറരുത്. നിന്റെ മനസ്സിനകത്ത് ഒരു ദൈവവും കയറരുത്. നിന്റെ മനസ്സിനകത്ത് ഒന്നും വരരുത്. ദൈവം മാത്രമായിരിക്കണം, ഏക സത്യ ദൈവം മാത്രം, ത്രിയേക ദൈവം മാത്രമായിരിക്കണം എന്നുള്ളത് ദൈവം പുതിയ നിയമസഭ പണിയുന്നതിന് തൊട്ട് മുമ്പ് അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഒരു വീഴ്ച കഴിഞ്ഞിട്ട് അവരെഴുന്നേറ്റ സമയത്തിൽ സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം അവർക്കൊരു ജ്ഞാനം കൊടുത്തോ. ഏക സത്യ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ക്രിസ്തുവിനെ മാത്രം അവർ കണ്ടു, യേശു ക്രിസ്തുവിനെ മാത്രം കണ്ടു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിച്ച ദൈവസഭയെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ, ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുന്നവരെ, ദൈവത്തിന്റെ തേജസ്സിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവരെ, ഈ തേജസ് നിന്റെ മേൽ കടന്നു വരുന്ന സമയത്തിൽ ഇന്നലെ വരെ കണ്ട പല വിശുദ്ധന്മാരെ നീ കാണത്തില്ല. ഇന്നലെ വരെ കണ്ട പല വിശുദ്ധന്മാരെ നിനക്ക് ആരാധിക്കാൻ തോന്നത്തില്ല. നിന്റെ മേൽ ദൈവ തേജസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യമായിരിക്കുന്ന ക്രിസ്തുവിനെ മാത്രമേ നിനക്ക് ആരാധിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പത്രോസിനും യോഹന്നാനും യാക്കോബ് അവർ എഴുന്നേറ്റപ്പോൾ യേശുവിനെ മാത്രമേ കണ്ടല്ലോ. നിങ്ങളും ഇനി മറ്റുള്ളവരെ കാണരുത്, നിങ്ങൾ യേശുവിനെ മാത്രമേ കാണാവൂ. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആരെങ്കിലും കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അന്യദൈവങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ? ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ദൈവമല്ലാത്ത ശക്തികൾ നിന്റെ ഹൃദയത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ? ഇറക്കി വിടണം. യേശുവിനെ മാത്രമേ ദൈവമായി കാണാൻ പാടുള്ളൂ. യേശുവിനെ മാത്രമേ നിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുക്കാവൂ. ഇല്ലാതെ വേറെ ആരെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നതിനെ ശാസിച്ച് പുറത്താക്കണം, ഇന്നതിനെ പുറത്താക്കണം, ഇന്നതിനെ പുറത്താക്കണം. ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ് നമ്മുടെ രക്ഷിതാവ്. അവനാണ് നമ്മുടെ അപ്പൻ, അവനാണ് നമ്മുടെ അമ്മ, അവനാണ് നമ്മുടെ സഹോദരൻ, അവനാണ് നമ്മുടെ സുഹൃത്ത്, അവനാണ് നമ്മുടെ ഭർത്താവ്, ഭാര്യ, നമ്മുടെ എല്ലാറ്റിനും എല്ലാമായിരിക്കുന്നവൻ ഈ ത്രിയേക ദൈവമായിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത അവൻ തലപൊക്കിയാറ് യേശുവിനെ മാത്രമല്ലാതെ ആരെയല്ല. അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും, സത്യം. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിനകത്തേക്ക് കാണുന്ന സമയത്തിൽ കർത്താവ് അവിടെ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. എല്ലാവരോടും എല്ലാം പറയേണ്ട ആവശ്യമില്ല. ഇത് ആരോടും നീ പറയണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചില പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ കർത്താവ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നു ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇവൻ മനുഷ്യപുത്രൻ അഥവാ ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചു. മനുഷ്യപുത്രൻ എന്ന് ചിലർ വിശ്വസിച്ചു, മറ്റു ചിലർ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ക്രിസ്തു തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് കടന്നു, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്തിൽ യുദ്ധം ചെയ്തിട്ടല്ല. ശ്രദ്ധിക്കണം, രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് സ്വന്തം രക്തത്തെ മറുവിലയായി കൊടുത്തു. ക്രൂശിൽ മരിക്കേണ്ടതാണ്, ക്രൂശിൽ മരണത്തെ വഹിക്കേണ്ടതാണ്. ഒടുവിൽ റോമൻ സാമ്രാജ്യം ഇവനെ അറസ്റ്റ് ചെയ്യാൻ കടന്നു വരുന്ന സമയത്തിലേക്ക് ജനങ്ങളെല്ലാവരും കൂടെ ഒന്നടങ്കം കർത്താവിനോട് പറയും, കർത്താവേ ഞങ്ങൾ വെട്ടട്ടോ. പത്രോസ് എന്നെ വാളെടുത്ത് വെട്ടിയില്ലേ? ഈ തേജസ് കണ്ടോണ്ട. ഈ തേജസ്സിൻ്റെ മധ്യത്തിലാണ് പുള്ളിക്ക് ധൈര്യം വന്നത്. ഈ ക്രിസ്തുവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടാണ് പുള്ളി എടുത്ത് വാളെടുത്ത് വെട്ടിയത്. അങ്ങനെ ഒരു പത്രോസ് വാളെടുത്ത് വെട്ടിയെങ്കിൽ ഈ ജനങ്ങൾ മുഴുവനും ഈ വാളെടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം അവിടെ പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ തേജസ്സിൻ്റെ കാര്യം ആരോടും പറയണ്ട. ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ചില രഹസ്യങ്ങളുണ്ട്. ഒരാത്മീകന് ആ ദൈവപ്രവൃത്തിയുടെ രഹസ്യം എല്ലാം പബ്ലിക് അല്ല. പക്ഷെ പിശാച് അവൻ മാക്സിമം കരിവാരിത്തേക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. മാക്സിമം പിശാച് അവന് തേജോവധം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഏതൊരു ദൈവപ്രവൃത്തിയുടെ പിന്നിൽ ഒരു ചില ആത്മീക രഹസ്യങ്ങളുണ്ട്. നിന്റെ ഉപവാസം, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, നീ കാണുന്ന ചില കാഴ്ചപ്പാടുകൾ, നീ കാണുന്ന ചില ദർശനങ്ങൾ, നീ അനുഭവിച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ചിലത് ദൈവം മറച്ചു വയ്ക്കാൻ പറയും. അത് നീയും ദൈവവുമായി മാത്രം. ഈ ദൈവം ആരാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയതാണ്. അത് ചിലത് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടന്നതല്ല. സാക്ഷി പറയേണ്ടത് സാക്ഷി പറയണം. പക്ഷേ ചില ആത്മീകരെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളുണ്ട്.
അത് ഒരിക്കലും പന്നികളുടെ മുമ്പിൽ മുത്തിട്ടതുപോലെയുള്ള അവസ്ഥ കടന്നു വരാൻ പാടില്ല. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ അറിഞ്ഞുകൂടാതെ അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഒരുവന്റെ മുമ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവനതിനെ പുച്ഛിച്ച് പുറന്തള്ളും. 10-ാം വാക്യം, ശിഷ്യന്മാരവനോട് എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് അതിനവൻ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനപ്പെടുത്തും. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവനെ അറിഞ്ഞുകൊള്ളാതെ അവർക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ. ശരി, ഇവിടെ ഏലിയാവ് ഒരു സബ്ജക്റ്റായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഏലിയാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, പിന്നെ എന്തിനാ ഏലിയാവ് വന്ന ശിഷ്യന്മാർ ചോദിച്ചു. പറഞ്ഞു, ഏലിയാവ് എല്ലാ അടുക്കും ചിട്ടയുമാക്കാനാണ് വന്നത്. അപ്പോൾ ഓരോ ശുശ്രൂഷകന്മാർക്കും ഓരോ പ്രത്യേക ദൗത്യമുണ്ട്. ഇവിടെ ഏലിയാവ് വന്നു എന്ന് എങ്ങനെ അറിയാം? ക്രിസ്തുവിനെ തൊട്ട് മുമ്പ് ഏലിയാവ് വന്നോ ഇല്ലയോ? വേദപുസ്തകത്തിനകത്ത് ആ ഭാഗത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 1-ാം 15-ാം വാക്യം, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുമുള്ള ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും. അവൻ്റെ അപ്പനായ സക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറവനായി പ്രവചിച്ചു പറഞ്ഞു. ഒരിക്കൽ കൂടി, ഏലിയാവ് എപ്പോൾ വന്നു എന്നൊരു സംശയം ശിഷ്യന്മാർക്ക്. യേശു പറഞ്ഞു, ഏലിയാവ് സകലവും ക്രമപ്പെടുത്താൻ വന്നു. പക്ഷെ അത് മത്തായി സുവിശേഷത്തിനകത്തില്ല. അത് ഈ ലൂക്കോസ് സുവിശേഷത്തിനകത്തേക്ക് കടക്കുന്ന സമയത്തിൽ 1-ാം അധ്യായം 15-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 15, 16, 17 ഒക്കെ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നു. അവൻ വന്നു സകലവും ക്രമീകരിച്ചു. പക്ഷേ അവനെ ഇവരാരും അംഗീകരിച്ചില്ല. കഴുത്ത് വെട്ടിയെടുത്ത് ഒരു താരത്തിലൊരു പെങ്കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്ത് പുള്ളിക്കാരനെ പാഴ്സൽ ചെയ്ത് ഒരു അടക്ക ശുശ്രൂഷ പോലും കൊടുക്കാതെ കൊടുത്ത് വിട്ടു എന്നുള്ളതാണ്. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഒരു അഭിഷിക്തനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ ക്രിസ്തുവിൻ്റെ വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്നുവെങ്കിൽ ദൈവപ്രവൃത്തിക്ക് തൊട്ട് മുൻപ് ദൈവം തൻ്റെ ഭക്തന്മാരെ അയച്ച് ദൈവം സകലവും ക്രമപ്പെടുത്തും. നിൻ്റെ കുടുംബത്തിനകത്ത്, നിൻ്റെ ദേശത്തിൽ, നിൻ്റെ സമൂഹത്തിൽ, നിൻ്റെ രാജ്യത്തിൽ ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ അയക്കുന്നതിൻ്റെ പിന്നിൽ ചില പ്രത്യേകതകളുണ്ട്. ചിലതിനെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ചിലതിനെ ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകയാലൊട്ട് അവൻ അംഗീകരിക്കാതെ ഏറ്റെടുക്കാതെ പല വ്യക്തി ജീവിതങ്ങളും അതിൻ്റെ അവസ്ഥയിൽ തന്നെ ആയിരിക്കപ്പെടുമ്പോൾ എൻ്റെ നാഥന് വഴിയൊരുക്കുവാൻ ദൈവം അയച്ച വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. അവൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ വലിയ വ്യത്യാസമുണ്ട്. അവൻ്റെ വസ്ത്രധാരണത്തിൽ വളരെയധികം വ്യത്യസ്തനായിരുന്നു. അവനെല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു. അന്നത്തെ സംസ്കാരവും അന്നത്തെ ശൈലികളുമല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയോടുകൂടി അവൻ കടന്നു വന്ന് സകലവും ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കടന്നു വന്നു എന്നുള്ളത് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിനകത്ത് 8-ാം വാക്യം, അവൻ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. 11-ാം വാക്യം, അവനോട് ഏലിയാവ് ഒന്ന് സകലവും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. 14-ാം വാക്യത്തിൽ നോക്കുന്ന സമയത്ത് അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്ന് ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി. അപ്പോൾ ഇതൊരു ചരിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതാണ്. ഏലിയാവ് ആരാന്നും ഏലിയാവിൻ്റെ ആത്മാവ് ആരിലൂടെയാണ് വ്യാപരിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു പഠനം ആ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എന്തിനാ? പുതിയ നിയമസഭയെ പണിതെടുക്കാൻ വേണ്ടിയിട്ട്, ചിലത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട്, ചിലത് ഉറപ്പിച്ച് ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ അതിനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. യേശു ചെയ്യുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് ഇവിടെ 14-ാമത്തെ വാക്യത്തെ മുതൽ എഴുതിയിരിക്കുന്നു. അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാറെ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുൻപ് മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു,
അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നുത്തരം പറഞ്ഞു. അവൻ യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി. ശരി, ഇങ്ങനെ ഇവരെ പഠിപ്പിച്ച കർത്താവ് ഇറങ്ങി വരികയാണ്. തേജസ്കരണം കടന്നു. എന്നിട്ട് അവരൊന്നും അറിയാത്ത പോലെ പോയി, ഒന്നും അറിയാത്ത പോലെ വരുന്നു. പക്ഷെ അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നു. വലിയ അത്ഭുതങ്ങൾ നടന്നു. വലിയ തേജസ്കരണം സംഭവിച്ചു. ദൈവശക്തി അവിടെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു. എന്നിട്ട് തിരിച്ചു ഇറങ്ങി വരുന്ന സമയത്തിലേക്കാണ് അന്ത്രയോസിൻ്റെ നേതൃത്വത്തിലാണ് ഒരു രോഗശാന്തി പ്രാർത്ഥന അവിടെ നടക്കുന്നത്. എവിടെ? ഈ താബോർ മലയുടെ മേളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ നിൽക്കുമ്പോൾ താബോർ മലയുടെ അടിവാരത്തിൽ രോഗശാന്തി ശുശ്രൂഷ. അതെങ്ങനെയാണ്? പലയിടത്തും ഭയങ്കര കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. ശിഷ്യന്മാരൊക്കെ ശരി തന്നെയാണ്. പലയിടത്തിലും ഞാനാണ് വലുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മനുഷ്യൻ്റെ മൈൻഡ് സ്വന്തത്തിൽ നിന്ന്, മനുഷ്യാത്മാവിൽ നിന്ന് ഒക്കെ പലതും കടന്നു വരുന്നു. അപ്പോൾ ഇവർ താഴെയുള്ള ശിഷ്യന്മാർ നോക്കിയപ്പോഴത്തേക്ക് യേശു കർത്താവ് നോക്കിയാണ് ഈ യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയും മാത്രം, ഞങ്ങളെയൊക്കെ കൂടെ നമ്മളൊന്നും വിളിക്കുകയെങ്കിൽ നമ്മൾ പോവില്ല, വരണമെന്നെങ്കിലും ചോദിക്കണ്ടേ? ഒരു വാക്ക് പോലും ചോദിച്ചില്ല. പണ്ടേ അങ്ങനെ തന്നെ നമ്മളെയൊക്കെ ഇങ്ങനെ തഴഞ്ഞ് അങ്ങ് ഒതുക്കി അങ്ങനെ തന്നെ. അവർ സമയം വേസ്റ്റാക്കാൻ ഉദ്ദേശിച്ചില്ല. കർത്താവും ശിഷ്യന്മാരും മേളിൽ പോയെങ്കിൽ ഞങ്ങളിവിടെ ചിലത് ചെയ്യാൻ അനുഗ്രഹിക്കുന്നു. പക്ഷേ എങ്കിലും അവിടെ എന്തോ ഒരു സംതിങ് അവരിൽ നടന്നില്ല. അപ്പോൾ എന്തോ ഒരു കുഴപ്പം അതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവരവിടെ പോയെങ്കിൽ ഞങ്ങൾ ഇവിടെ നടത്തും. ഞങ്ങൾ തീരെ ചെറിയ പാർട്ടികളല്ലല്ലോ. ഞങ്ങൾക്കും വെളിപ്പാടൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും രോഗശാന്തിയൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും ഭൂതത്തെ ഒഴിപ്പിക്കാനൊക്കെ പറ്റുവേ, ഞങ്ങളടുത്തും രോഗികളൊക്കെ വരുവേ. താഴ്വാരത്തിൻ്റെ അടിവാരത്തിലൊരു രോഗശാന്തി പ്രാർത്ഥന സെറ്റ് ചെയ്തു. ആ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കർത്താവ് കൊടുത്തതാണോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇവിടെ ശിഷ്യന്മാരിൽ സീനിയേഴ്സ് ആയിരിക്കുന്ന പത്രോസും യോഹന്നാനും ഒക്കെ ആണോ അത് പറഞ്ഞതോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എഴുതിയിട്ടില്ല. പക്ഷേ ഇവർ പോയ സക്കം നോക്കിയിട്ട് ഇവരിവിടെ വലിയൊരു രോഗശാന്തി പ്രാർത്ഥന ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയോ അത് വെളിയിലൊന്നും അറിയാതെ മെല്ലെ എടുത്ത് അന്ത്രയോസിൻ്റെ ഫോണിൽ അങ്ങോട്ട് വിളിച്ചു. പിന്നെ അവരൊക്കെ വലിയ ബിസിയാണ്. അവരൊക്കെ എല്ലാം കൂടെ അങ്ങ് മേളിൽ പോയി ഇരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ആരുമില്ല. നമുക്ക് ഇത്തിരി ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു രോഗശാന്തി പ്രാർത്ഥന സെറ്റ്, നിങ്ങൾ വന്നാൽ മതി, ആരും അറിയില്ല, വന്നാൽ മതി. ഞാൻ 10 പേരെ കൂടെ കൊണ്ടുവരട്ടോ? കൊണ്ടുപോവാം. അതിപ്പോൾ പത്രോസ് യോഹന്നാനൊന്നും അറിയത്തില്ല എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യണം. പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നതോ അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയൊന്നും ഇപ്പം തൽക്കാലം ആരുടെ പറയേണ്ട, സീക്രട്ടായിരിക്കണം. കാരണം സ്തോത്രം, പുള്ളിക്കാരെ അറിഞ്ഞു കഴിഞ്ഞാലിട്ട് ശരിയാകത്തേയില്ല. അറിയാതെ ആയിരിക്കണം കാര്യങ്ങളെല്ലാം ശരിയാക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു രോഗശാന്തി പ്രാർത്ഥന അവിടെ നടക്കുകയാണ്. ഒരു കൊച്ചുമോനെയും കൊണ്ട് ഒരു അപ്പച്ചൻ കടന്നു വന്നു. അപ്പച്ചൻ കടന്നു വന്ന സമയത്തിൽ അതിൽ ഭൂതമായിരുന്നു. ഇതിനു മുമ്പ് ഇവർ അറേഞ്ച് ചെയ്ത പല മീറ്റിങ്ങുകളിലും ഭൂതത്തെ ശാസിക്കുമ്പോൾ ഓടിപ്പോകും. ഇവർ പ്ലാൻ ചെയ്തിടത്തെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ സീക്രട്ടായിട്ട്, ഞാനതൊരു ഭാവന പറയുക, ഒരു സീക്രട്ടായിട്ട് അറേഞ്ച് ചെയ്ത മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ ഒരു സീക്രട്ടായിട്ട് സെറ്റ് ചെയ്ത ഒരു അനുവാദമില്ലാതെ, ഒരു നേതൃത്വം അറിയാതെ, അതെ, ഒരു നേതാവ് അറിയാതെ അല്ലെങ്കിൽ വിളിക്കപ്പെട്ട വ്യക്തികൾ അറിയാതെ ചിലത് സെറ്റ് ചെയ്തപ്പോൾ ഇവർ പഠിച്ച പണി 18 നോക്കിയിട്ടും ആളൊട്ട് പിരിഞ്ഞു പോകുന്നതുമില്ല. ഈ കൊച്ചു ഫോണിൽ ഇളകിയ പിശാചി ശാന്തമാകുന്നുമില്ല. ഇത് സ്വാഭാവികമായിട്ട് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ചില ഭൂതങ്ങളൊന്നും ശാന്തമാവില്ല. അവിടെ ഇവർക്കൊരു സ്ട്രെങ്ത് ഇല്ല. അവരിവർക്ക് ഒരു പേരും പ്രശസ്തിയൊന്നുമില്ല. 3.5 വർഷത്തെ ശുശ്രൂഷയാണ്. അത്ഭുതങ്ങൾ അതിശയങ്ങൾ നടന്നു. പക്ഷെ ഒരു വലിയ കൂട്ടം പുറകെ നടന്ന് ആക്രമിക്കാൻ നടക്കുകയാണ്. അറിയാമോ? ഒരു പരീശന്മാരുടെ കൂട്ടം എങ്ങനെയെങ്കിലും യോമാരെ എവിടെയെങ്കിലും കൊണ്ട് കുരുക്കണം, ഏതെങ്കിലും ഒരു ട്രാപ്പിനകത്ത് കൊണ്ടിടണം, ഏതെങ്കിലും ട്രാപ്പ്. പിന്നെ ഫോണും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും ഇവരിങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ച്, എന്തെങ്കിലും നാബോത്തിൻ്റെ കാലഘട്ടമാണ്, കള്ളസാക്ഷ്യങ്ങളെ ഉണ്ടാക്കണം, അതോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒതുക്കണം എന്ന് പറഞ്ഞു ഒരു കൂട്ടം പേർ. കുറേ പേര് സൗഖ്യത്തിന് വേണ്ടി നടക്കുന്നു, കുറേ പേർ ഇവരുടെ ശുശ്രൂഷയുടെ മധ്യത്തിൽ. അതിൻ്റെ കൂട്ടത്തിലൊരു അന്ത്രയോസ് സ്വത്രം. അവർ ജനങ്ങളെ അളവാൻ തുടങ്ങി. മര്യാദയ്ക്ക് ഇപ്പം അവനെ ക്ലിയർ ആക്കണം, ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കും.
ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറയാൻ തുടങ്ങി. മര്യാദക്കിരുന്ന ചെറുക്കനാണ്, ഇതാ മൂട്ടി കിടക്കുകയാണ്, യവനെ എണീപ്പിക്കണം. ഇവർ പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിട്ട് അവൻ എണീക്കണില്ല, ഇവൻ സുഖപ്പെടുന്നില്ല. വിമർശകരം. അപ്പം നിങ്ങളെല്ലാം കള്ളവും കാപട്യവും പറയുന്നവനാണ്, കള്ളവും കാപട്യമൊക്കെ പറയുന്നവനാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എൻ്റെ നാഥൻ്റെ ശുശ്രൂഷയ്ക്ക് വിപരീതമായിട്ട് ഒരു കൂട്ടം പേർ പുറകെ നടക്കുകയാണ്, നശിപ്പിച്ചു കളയാൻ, തകർത്ത് കളയാൻ. അവരതിനെ കുത്തിപ്പൊക്കി. പക്ഷെ ഭക്തന്മാർ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്തായിരുന്നാലും സുഖം കൊടുക്കണതും കൊടുക്കാത്തതൊക്കെ ദൈവമാണ്. ഇനിയിപ്പോൾ നമ്മളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, നല്ലൊരു ശുശ്രൂഷയാണ്, നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങളിവിടെ ഇദ്ദേഹത്തെ വൈദ്യൻ്റെ അടുക്കലെല്ലാം കൊണ്ടുപോകാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല, ഇത് കൊലയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം പേരുണ്ട്. അവർക്ക് അവിടെ ഒച്ചപ്പാടുണ്ടാക്കണം, അവർക്കൊരു സബ്ജക്റ്റ് വേണം, അവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടൊരു സബ്ജക്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ആമേൻ 1 പറഞ്ഞ് 2 പറഞ്ഞ് 3 പറഞ്ഞ് ആമേൻ ഒരു കലക്കത്തിൻ്റെ അവസ്ഥ ഉണ്ടായി. അന്ത്രിയോസും കൂട്ടരിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. എത്ര വലിയ ഫാന് വെച്ചിട്ടും ആ വിയർപ്പ് പോകണില്ല, വിയർക്കാതെ. ഇവിടെ നിന്ന് മുങ്ങാൻ പറ്റുമോ? ഓടാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുമോ? സ്വതം മലയിൽ നിന്ന് അപ്പോൾ ഇറങ്ങി വരികയാണ്. തിരുമേനി വരുന്ന വരവാണ്. തിരുമേനി വരികയാണ്. തൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ സ്പന്ദിച്ചു. എൻ്റെ പിള്ളേരെവിടെയോ ഭാരപ്പെടുകയാണ്, എൻ്റെ പിള്ളേരെവിടെയോ വേർക്കുകയാണ്, എൻ്റെ പിള്ളേർ എവിടെയോ എന്തോ പ്രയാസം അനുഭവിക്കുകയാണ്, എവിടെയോ എന്തോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്, എന്തോ ചില ഭാരങ്ങൾ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൺമണിയെ തൊടുന്നവനെ ഞാൻ വിടത്തില്ല. ഇതാ ഞാൻ വരുന്നുണ്ടാ. ആമേൻ, ആമേൻ. 3-ാം മണി നേരത്തിൽ കടലിൻ്റെ മീതെ നടന്നു വന്ന ഒരു കർത്താവ്, ശിഷ്യന്മാരെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പഠിപ്പിച്ച യേശുനാഥൻ ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തി ആ ശിഷ്യഗണങ്ങളെ മുഴുവനും രക്ഷിച്ചവന് ഇതാ ഈ രോഗശാന്തി പ്രാർത്ഥനയിലെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല. ജനം ഇളകി നിൽക്കുന്ന സമയത്തിൽ അവൻ ഓടി വന്ന് എന്നാ സംസാരം. അവന് കാറ്റിനെയും കടലിനെയും മാത്രമല്ല ശാസിക്കാൻ അധികാരം, മനുഷ്യന്റെ നാവിനെ അടയ്ക്കാനും അവന് അധികാരമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ്റെതായുള്ള കുതന്ത്രങ്ങളെ പൊളിച്ചടുക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അവൻ വന്നിട്ട് ചോദിച്ചു, എന്നാ ഇവിടെ കാര്യം? എന്താ നീ ഒച്ചപ്പാടുണ്ടാക്കാനുള്ള കാരണം എന്നാ? അപ്പോ കൊച്ചുമോന്റെ പപ്പ, അവനാണല്ലോ വാദി, അവൻ പറഞ്ഞു, ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല, ഇനി വല്ല നീ എന്നാ കഴിയും. ഇവൻ ആവശ്യക്കാരനായി കൊച്ചുമോന്റെ പപ്പ, അവൻ വിമർശകനല്ല. യേശുവിനെ കണ്ടപ്പോൾ പൊടിക്കൊന്ന് ഒതുങ്ങി അധികാരത്തോട് ചോദിച്ചു, എന്നാ കാര്യം? എന്നാ ഇവിടെ ഒച്ചപ്പാടിൻ്റെ കാര്യം എന്നാ പറ. അമ്മല്ലേ പറഞ്ഞു, ദേ കിടക്കണണ്ടില്ലേ. അവനെ എണീപ്പിക്കുക. അവരെല്ലാവരും കൂടെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, പിന്നെ അവരെല്ലാവരും കൂടെയാണ് ഇങ്ങനെ. ഞാൻ ഒന്നും അറിഞ്ഞില്ല. എല്ലാവരും നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. യേശു തിരിച്ചു, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ആമീൻ. അവനെ എൻ്റെ അടുക്ക കൊണ്ടുവാ. എൻ്റെ ശിഷ്യന്മാർ വിചാരിച്ചിട്ട് ചിലത് നടന്നില്ല എങ്കിൽ, ഞാൻ വിചാരിച്ചാൽ ചിലത് നടക്കും. കൊണ്ടുവാ എൻ്റെ അടുക്കൽ. അധികാരമുള്ളവനാണ് നസ്രത്തുകാരൻ. ഇന്ന് പകൽ സമയം മെഡിക്കൽ സയൻസ് വിചാരിച്ചിട്ട് ചില നടന്നില്ല, ദൈവദാസന്മാർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ലയോ? ആമേൻ. നീ പ്രാർത്ഥിച്ചിട്ട് ചില നടക്കുന്നില്ലയോ? പ്രാർത്ഥിക്കാൻ അധികാരമുള്ള ഒരുവൻ പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ ഭവനത്തെ രക്ഷിക്കുവാൻ, നിന്റെ സ്ഥിതിഗതികൾക്കൊരു മാറ്റം വരുത്തുവാൻ, നിന്റെ അവസ്ഥകൾക്കൊരു ഭേദം വരുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരുവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽ സമയത്തിൽ അവൻ നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. പുരുഷാരത്തിനെടുക്കുന്നവൻ ആ മനുഷ്യൻ വന്നവൻ്റെ മുമ്പാകെ മുട്ടി, കർത്താവിയുടെ സ്വത്തം ഞാൻ അവനെ ശിഷ്യന്മാരുടെ ഇടയിൽ കൊണ്ടുവന്നു, അവന് സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. ആമേൻ. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലൻ ആ നാഴിക മുതൽ സൗഖ്യം വന്നു. സ്വത്രം. എല്ലാവരെയും വായടച്ചു. നിനക്ക് വിപരീതമായി സംസാരിക്കുന്നതിൻ്റെ വായടയുന്ന ഒരു ദിവസം അടുത്തോണ്ടിരിക്കുക. എൻ്റെ നാഥൻ വായടപ്പിക്കും. ചിലതിൻ്റെ ദൈവം അടപ്പിക്കും. വായടപ്പിക്കും. നിന്റെ ഭവനത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. നിന്റെ ശരീരത്തിന് വേണ്ടി ഒരു അത്ഭുതമായി ചെയ്യും. നിന്നെ നിന്ദിക്കുന്ന, നിന്നെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ നന്മകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ വായടപ്പിക്കുന്ന നാളുകൾ അടുത്തിരിക്കുക. ഒരൊറ്റ വ്യക്തി പിന്നെ സംസാരിച്ചില്ല. എല്ലാവരും വാലും ചുരുട്ടി പുറകിലെ പോയി. കാരണം എണീക്കാത്തവനെ എണീപ്പിച്ചു,
സൗഖ്യം വരാത്തവന് സൗഖ്യം മതി. ഇന്നും എൻ്റെ നാഥൻ അധികാരമുള്ളവൻ. കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയവൻ. സകല രോഗത്തിൻ്റെ മേലും അധികാരമുണ്ട്. നിന്റെ ശരീരത്തിലെ രോഗങ്ങളുടെ മേൽ അവൻ അധികാരം. നിന്റെ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ മേൽ അവൻ അധികാരം. കർത്താവ് ദേഷ്യപ്പെടില്ല എന്ന് കണ്ടപ്പോൾ ഒന്നും പറയുന്നില്ല എന്നിട്ട് ഒരു സംശയമുണ്ട്. എന്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ശരിയാവാത്തത്? ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാത്തത് എന്തെന്ന് ചോദിച്ചു അവനവരോട്, അഥവാ യേശു അവരോട്. നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങി അങ്ങോട്ട് നീങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അവിശ്വാസമാണ് കാര്യം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ് അത്ഭുതം നടക്കാത്തത്. സുഹൃത്തെ, അത്ഭുതം നടക്കാത്തതിൻ്റെ കാരണം നിൻ്റെ അവിശ്വാസ നിമിത്തം. പ്രാർത്ഥിക്കുന്നവൻ്റെ അവിശ്വാസം, പ്രാർത്ഥിക്കാൻ വന്നവൻ്റെ അവിശ്വാസം, കണ്ടുകൊണ്ട് നിൽക്കുന്നവൻ്റെ അവിശ്വാസം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചിലയിടത്ത് എല്ലാത്തിനും അടിച്ച് വെളിയിലാക്കിയതിന് ശേഷം യേശു പ്രാർത്ഥിച്ചത്. എന്തിനാണെന്നറിയാമോ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ അവിശ്വാസവും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നവൻ്റെ അവിശ്വാസവും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു സബ്ജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് നീ നീങ്ങി കടലിലേക്ക് പോകാൻ പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കാം. അവൻ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശുവരുടെ മനുഷ്യപുത്രൻ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടണം. അവനെ കൊല്ലുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവർ കാബർത്തുമ്പിലെത്തി അറിയ ദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. ഊവ് കർത്താവേ എന്ന് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശുവിനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? രാജാക്കന്മാർ ചുങ്കമോ കരമോ വാങ്ങുന്നില്ല. നിങ്ങളുടെ അല്പവിശ്വാസം ചില അനുഗ്രഹം തടസ്സമാണ്. നിങ്ങളുടെ അല്പവിശ്വാസം ചില നന്മകളെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ അല്പവിശ്വാസം ചില അനുഗ്രഹം വിശ്വസിക്കാമോ? യേശുവിൽ വിശ്വസിക്കുക. യേശുവിന് സകലവും കഴിയും. യേശുവിന് സകലവും സാധ്യം. അതാണ് കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവ് രോഗിയുടെ അപ്പനോടും ഇങ്ങനെ ചോദിച്ചു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ, എത്രത്തോളം നിങ്ങളെ ഞാൻ ചുമക്കും, എത്രത്തോളം ഞാൻ സഹിക്കും? ഇന്ന് നിങ്ങളിൽ ആരോടൊക്കെയോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ഉറപ്പില്ല. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. അല്ല, പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ചില ദൈവികമായിട്ടുള്ള തത്വങ്ങളെ മനസ്സിലാക്കുവാനും ദൈവിക വാഗ്ദത്തങ്ങളെ തിരിച്ചറിയുവാനും അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള പാതയെ മനസ്സിലാക്കുവാനും ദൈവം ഇന്ന് ഇടയാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കേട്ട വചനങ്ങളെ വെറുതെ കേട്ട് പോകുന്നതല്ല, ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിച്ചും കാത്തുപരിപാലിക്കേണ്ടതായിട്ടുള്ള ദൈവിക ശബ്ദത്തെ കാത്തുപരിപാലിക്കാനും ദൈവം സഹായിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 11:25 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഈ വാക്യപ്രകാരം തന്നെ ഇന്ന് ദൈവസന്നിധിയിൽ ഈ TV പ്രോഗ്രാം സമർപ്പിച്ചിരിക്കുന്ന ബ്രദർ ശ്യാം പ്രകാശ് വെമ്പന്നൂറിൻ്റെ ജീവിതത്തിൽ ദൈവിക പുഷ്ടിയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുണ്ടാകുന്ന ആ തണുപ്പിൻ്റെതായിട്ടുള്ള അവസ്ഥയും കുടുംബമായി അദ്ദേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ മകന് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. തൻ്റെ പഠനത്തിൻ്റെ അനുഗ്രഹത്തിനായി ഈ TV പ്രോഗ്രാം ദൈവസന്നിധി സമർപ്പിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, പ്രിയ ശ്യാം പ്രകാശിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ മകൻ്റെ പഠനത്തെ, വിദ്യാഭ്യാസത്തെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം കർത്താവ് ജ്ഞാനത്താലും പരിജ്ഞാനത്താലും നിറച്ച് ആവശ്യമായ ബുദ്ധിയെ നൽകി കർത്താവെ നല്ലൊരു കർത്താവ് എഡ്യൂക്കേഷണൽ ഇമ്പാക്റ്റ് തൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അസ്വസ്ഥതകളും എല്ലാ പ്രയാസങ്ങളും അങ്ങ് മാറ്റി നിർത്തി ദൈവം ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് നൽകണം. നല്ലൊരു കർത്താവെ സൗണ്ട് മൈൻഡ് പ്രിയ മകൻ്റെ ജീവിതത്തിൽ അങ്ങ് സ്ഥാപിക്കുന്ന കൃപ നൽകാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു TV പ്രോഗ്രാം ഒരനുഗ്രഹമാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പ്രിയ മകൻ്റെയും പേഴ്സണൽ ലൈഫിലും തൻ്റെ കുടുംബത്തിലും കർത്താവ് നൽകുന്ന കൃപകൾക്കാണ് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.